അപ്പം ഞങ്ങളിങ്ങനെ സ്വീഡനിൽ ഫുഡും അടിച്ച് കുറച്ച് വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ കഫേയിലിരിക്കുമ്പോൾ ഫിൻലാൻഡ് വരെ പോയാലോ എന്നൊരു ചിന്ത. അപ്പം ഞങ്ങൾ സ്വീഡൻ ടു ഫിൻലാൻഡ് ക്രൂസിൽ പോകാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ ക്രൂസ് കയറിയപ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഫീലായിരുന്നേ. നിറച്ച് ഷോപ്പിംഗ് ഏരിയ ഉണ്ടായിരുന്നു, ഒരു കെസിനോ ഉണ്ടായിരുന്നു അവിടെ, പിന്നെ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ അടുത്തടുത്തായിട്ട് സ്റ്റേജുകൾ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ക്രൂസിൽ ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബങ്ക് ബെഡ്സ് ആയിരുന്നേ. അപ്പോൾ ഓരോ പ്രൈവറ്റ് മുറികളായിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യുക. അതുപോലെ ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുറിയിൽ നിന്ന് പുറത്ത് വന്നോണം ഇതാണ് ഞങ്ങളുടെ വ്യൂ ഉണ്ടായിരുന്നത്. ഇത് ഫുൾ ക്രൂസിൻ്റെ ഒരു വ്യൂ ആയിരുന്നു. പിന്നെ സീ സൈഡ് വ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇരുട്ടായ കാരണം കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഏറ്റവും മേലെ ഡെക്കിലേക്ക് പോയി. അവിടെ പോയപ്പോൾ എന്ത് തണുപ്പായിരുന്നു ഗൈസ്. ഇതൊരു നല്ലോണം ഡെക്കറേഷനും നല്ലൊരു വൈബായിരുന്നു. ക്രിസ്മസിൻ്റെ സമയത്ത് പോയ കാരണമാണോ എന്ന് അറിഞ്ഞൂടാ, മൊത്തത്തിൽ ലൈറ്റ് ബൾബ്സും ക്രിസ്മസ് ഡെക്കറേഷൻസും പിന്നെ ക്രിസ്മസ് സാന്റാക്ലോസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ആളുടെ ഒപ്പം ഫോട്ടോസ് എടുത്തു, ആളുടെ ഒപ്പം കുറച്ച് സംസാരിച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് നീങ്ങിയപ്പോൾ അവിടെ സ്റ്റേജിൽ പെർഫോമൻസസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്കെല്ലാം ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഓപ്പൺ ബാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വൈനൊക്കെ കുടിച്ച് ആരാമായിട്ട് നല്ലൊരു മൂഡ് സെറ്റായി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഡാൻസ് പെർഫോമൻസസ് തുടങ്ങി. സോങ്ങും ഡാൻസും നല്ലൊരു വൈബായിരുന്നേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഫിൻലാൻഡ് എത്തി. പിന്നെ ആദ്യം തന്നെ അവിടെ ഒരു ഫേമസ് ചേർച്ചിലേക്കാണ് പോയത്. ആ ചേർച്ച് ഓർത്തഡോക്സ് ചേർച്ചായിരുന്നു. അവർ ഫിൻലാൻഡിൽ കൂടുതൽ ഓർത്തഡോക്സ് ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയി. അവിടുത്തെ ഒരു നല്ലൊരു സ്റ്റാച്ചു പിന്നെ കാര്യങ്ങളൊക്കെ കണ്ട് ഹായ് ഗേൾസ്, നല്ല ചൂടാക്കിയ ഗ്ലോക്കിയാണ്. ഈ ബ്ലൂബെറീസ് ഒക്കെ ഇട്ടിട്ടുള്ള സൂമിലെടുക്കാം. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ക്രൂസിലേക്ക് വന്നു. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ ക്രൂസിൻ്റെ ഉള്ളിൽ തന്നെ നടന്നു. ഉള്ളിൽ നല്ല ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്.
അവിടെ ആദ്യം തന്നെ ഞങ്ങൾ കയറിയത് ഹാപ്പി ലോബ്സ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് നല്ല ടേസ്റ്റുള്ള ലോബ്സ്റ്റർ കഴിച്ചു. ഇത് ഞങ്ങൾ സ്റ്റീക്ക് മേടിച്ചു, മീഡിയം റെയർ സ്റ്റീക്ക് മേടിച്ച് അതും അകത്താക്കി. അന്നത്തെ നൈറ്റും നല്ല പെർഫോമൻസസ് ഉണ്ടായിരുന്നു, ഡാൻസ് പെർഫോമൻസും സ്റ്റേജ് പെർഫോമൻസും ഒക്കെ ആയിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളങ്ങനെ സ്വീഡനിലേക്ക് തിരിച്ചെത്തി ഗൈസ്.